ഗായ്സ് വെൽക്കം ബാക്ക്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പുതിയ സിനിമയായ വേട്ടയൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പടത്തിലെ നമ്മുടെ മെയിൻ കഥാപാത്രങ്ങൾ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, പിന്നെ നമുക്കറിയാവുന്ന കുറേ നമ്മൾ കണ്ടു പരിചയമുള്ള കുറേ ആക്ടേഴ്സ് അതിൽ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ ജെ ഭീമിൻ്റെ ഡയറക്ടറായ TJ ജ്ഞാനവേലാണ് പടത്തിൻ്റെ ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അനിരുദ്ധാണ്. മനസ്സിലായോ ഒക്കെ ആ പടത്തിനകത്തുള്ളതാണ്. അപ്പോൾ ട്രെയിലർ നമുക്ക് കണ്ടിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെയിലർ കാണാൻ റെഡിയല്ലേ? ബാ. குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். உங்களால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார். ரஜினிகாந்த் சூப்பர் ஸ்டார். நல்ல பேர் வரும். ഭയങ്കര കൂളായിട്ടുണ്ട്. Justice delayed is justice denied. Justice hurried is justice buried. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். திருடன்னா முகமூடி போடணும்னு அவசியம் இல்லை, கொஞ்சம் மூளை இருந்தா போதும். குற்றங்கள் தொட்டதாய் மாதிரி அதை வளர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்காங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்து ஒரு கிரிமினல் அக்யூஸ் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யல அர்த்தம். சும்மா பேசிட்டு இந்த பிரயோஜனம் இல்லை. அவனை தூக்குவான். காட் இட். அநீதியை நீதியான நாம் வெல்ல முடியும். இன்னொரு அநீதியால இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது எடுக்கிறது தப்பில்லை ஜட்ஜ் சார். நீங்க என்ன எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. என்னை யாராலும் அழிக்க முடியாது. കൊള്ളാം. നല്ല കൂളായിട്ടുള്ള ട്രെയിലർ. ജസ്റ്റ് ഒറ്റ വാക്കി പറയാം, കൂൾ. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സ്മൂത്തിൽ BGM ഒക്കെ ആയാലുണ്ടല്ലോ, ഇങ്ങനെ പോയി രജനീകാന്തിനെ കാണിച്ചിട്ട് ഇറ്റ്സ് വെരി നൈസ്, കൂൾ സാധനം. ടീസർ എനിക്ക് അത്ര സൂചിച്ചില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ റിയാക്ഷൻ പോലും നടത്തിയില്ല. എനിക്കത് ഒട്ടും വർക്കായില്ല ആ ടീസർ. അപ്പോൾ ഞാൻ ട്രെയിലർ വരട്ടെ നോക്കാം. ട്രെയിലർ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ട്രെയിലർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ട്രെയിലറിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണിക്കാതിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്യാനുള്ള ഇതിൽ വെച്ചത്. എന്തായാലും ഇത് ഞാൻ വിചാരിച്ചില്ല. സാധാരണ രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലപ്പുറക്കലമ്പുറോ എന്നൊക്കെ പറഞ്ഞ് സ്ലോ മോഷനൊക്കെ ഇട്ട് പടപട ഫൈറ്റൊക്കെ കാണിച്ച് ഒരു വെട്ടിയും പുകയും ഒക്കെ വന്ന് നല്ലൊരു എൻട്രി ആയിരിക്കും. ടീസർ ആയാലും ട്രെയിലർ ആയാലും അങ്ങനത്തെ ഒരു എൻട്രിയാണ് രജനീകാന്തിൻ്റെ. ഞാൻ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് അങ്ങനെ സിനിമകളാണ് രജനീകാന്തിന് വന്നിട്ടുള്ളൂ. അപ്പം അത്രയും മാസും പവറൊക്കെ കാണിച്ചത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കൂടുതലുമല്ല കുറവല്ല, ഒരു മീഡിയം സ്റ്റേജിൽ പിടിച്ചാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കൂൾ. ഈ ട്രെയിലർ കട്ട് ചെയ്ത ആള് എന്തായാലും നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റിംഗ് ഒക്കെ പക്കയായിരുന്നു. രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ രജനീകാന്ത് ഇങ്ങനെ നടന്ന് വന്ന് നമ്മുടെ കബാലിയിൽ
ഉള്ള എൻട്രിയാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന്. ഇതൊക്കെ തുറന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് നടന്നു വരുന്ന ഷോട്ട്. കബാലി മാത്രമല്ല ജയിലറിനകത്തുണ്ട്. ജസ്റ്റ് കബാലിയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ആ നടത്തമൊക്കെ ഒരു ഷട്ടറൊക്കെ തുറന്ന് അതിനകത്ത് ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെ എനിക്ക് കബാലിയാണ് ഓർമ്മ വരുന്നത്. ജസ്റ്റ് ഈ ഈ ട്രെയിലർ കൊള്ളാം. ഇതെന്തായാലും ഈ മാസം 10-ാം തീയതി റിലീസ് എന്തായാലും പോയി കാണാനുള്ള വകയൊക്കെ ഉണ്ട്. കാരണം അത്രയ്ക്കും കൂളായിട്ടുള്ള സംഭവമാണ്. എൻകൗണ്ടർ ആണ് മെയിൻ തീം. അപ്പോൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു രജനീകാന്തിൻ്റെ കൈ കിട്ടിയവനെ എല്ലാവരും പട്ടക്കെന്ന് വെടിവെച്ച് തീർക്കും തോന്നുന്നു പുള്ളി. അപ്പോൾ അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പടമാണ് എന്തായാലും. അപ്പോൾ അതെന്തായാലും പോയി കാണണം. അപ്പോൾ പടം കണ്ടിട്ട് എന്തായാലും എൻ്റെ ട്രെയിലർ മൂവി റിയാക്ഷൻ എന്തായാലും റിവ്യൂ എന്തായാലും നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറയണ്ട, ജസ്റ്റ് വെയിറ്റിംഗ്. മനസ്സിലായോ? ഇതൊക്കെ കൊള്ളായിരുന്നു. മഞ്ജു ചേച്ചിയൊക്കെ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്താ ചെയ്തതെന്ന് ഇനി പടം വന്നാലേ അറിയുള്ളൂ. പിന്നെ മഞ്ജു ചേച്ചീനെ അങ്ങോട്ട് ട്രെയിലറിൽ വലിയ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. ഇനി കുറച്ച് സീൻസ് എങ്ങാനേ ഉള്ളൂ ഇനി അതുകൊണ്ടാണോ ട്രെയിലറിൽ അത്യാവശ്യം അറിയില്ല. അതൊക്കെ നമുക്ക് ഇനി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാ സൂപ്പർ സ്റ്റാറിനും ബൈ.